ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ചല്ല, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെക്കുറിച്ചേ അല്ല. നിങ്ങൾ നല്ലവരായിട്ടുള്ള മോഹൻലാൽ ഫാൻസാണ്, നിങ്ങളെക്കുറിച്ചല്ല. ഇതിൻ്റെ ഇടയിൽ കുറച്ച് കീടങ്ങളുണ്ട്. കീടങ്ങൾ ഇപ്പോൾ ലാലേട്ടൻ ഫാൻസിലാണെങ്കിലും മമ്മൂട്ടി ഫാൻസിലാണെങ്കിലും കീടങ്ങളുണ്ട്. അവരുടെ ദുഷ്പ്രചരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ലാലേട്ടൻ ഫാനാണെങ്കിൽ ലാലേട്ടൻ്റെ സിനിമകളെ പുകഴ്ത്തുകയല്ല അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി സിനിമകളുടെ അടിച്ചു താഴ്ത്തുക. സിനിമ കണ്ടില്ലെങ്കിൽ സിനിമ കൊള്ളൂല, അല്ലെങ്കിൽ കണ്ട് ഇഷ്ടപ്പെട്ടാലും സിനിമ കൊള്ളൂല എന്ന് പറഞ്ഞ് പരത്തുക. അങ്ങനെയാണ്, അതാണ് അവരുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. അല്ലാതെ അവർക്ക് ലാലേട്ടൻ്റെ സിനിമ അവർ ഇപ്പോൾ എലോണും ബാക്കിയുള്ള മോൺസ്റ്ററും ഇതൊക്കെ വന്നപ്പോൾ അവർ മാത്രം പോയി കണ്ടിരുന്നെങ്കിൽ പോലും ആ സിനിമകൾ വിജയിക്കുമായിരുന്നു. അവരതൊന്നും പോയി കാണാതെ അവർ ഇവിടെ വരുന്ന മമ്മൂട്ടി സിനിമകളായ നല്ല സിനിമകളായ നൻപകൽ നേരത്ത് മഴക്കം, റോഷാക്ക്, കാതല് അതുപോലുള്ള സിനിമയെ കുറ്റം പറയും. ആ സിനിമകൾ കൊള്ളൂല എന്നുള്ള രീതിയിൽ പറയും. ഇപ്പം വന്നിരിക്കുന്ന മമ്മൂട്ടി ചിത്രമായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്, അതിനെ പോലും കുറ്റം പറഞ്ഞു. അതിന് എല്ലായിടത്തും പോസിറ്റീവ് റിവ്യൂ കിട്ടിയ സിനിമയാണ് ബസൂക്ക. ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ബസൂക്കയ്ക്കും അവർ ഇത് തന്നെ പറയുകയുണ്ടായി. പക്ഷെ നമ്മൾ ബസൂക്ക ഫാൻ ഷോ കഴിഞ്ഞിറങ്ങി പോകുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, എല്ലാവരും നല്ല പോസിറ്റീവ് റിപ്പോർട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വന്ന മോഹൻലാൽ ഫാൻസ്, അതായത് മമ്മൂട്ടി വിരോധികൾ, മോഹൻലാൽ ഫാൻസ് ഞാൻ അവരെ പറയേയില്ല, മമ്മൂട്ടി വിരോധികൾ എന്നുള്ള രീതിയിൽ മോഹൻലാൽ ഫാൻസ് എന്ന പേരിൽ വരുന്ന മമ്മൂട്ടി വിരോധികളാണ് ഈ സിനിമയ്ക്ക് കുറേ നെഗറ്റീവ് കമൻസ് കൊടുത്തത്. റിവ്യൂവേഴ്സും നെഗറ്റീവ് കൊടുത്ത് ഈ സിനിമയ്ക്ക് നെഗറ്റീവ് ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ ഒരു നെഗറ്റീവിനെ തള്ളി ഇപ്പോൾ 10% നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് 90% നെഗറ്റീവാക്കി ആ സിനിമ ഇവർ കാരണം ഓടുന്ന പല സിനിമകളും ഇപ്പോൾ ഉണ്ട്. ഇവർ ഒരു രീതി നോക്കിയാൽ മലയാള സിനിമയ്ക്ക് ഇവർ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ മമ്മൂട്ടി സിനിമകൾ മാത്രമേ ഇവർ ഇകഴ്ത്തുന്നുള്ളൂ. ബാക്കിയുള്ള സിനിമകൾ, മമ്മൂട്ടി സിനിമകളുടെ കൂടെ ഇറങ്ങിയ സിനിമകൾ ആവറേജ് ഇറങ്ങി പോലും ഇവർ അതിനെ നല്ല രീതിയിൽ പുഷ് ചെയ്ത് കയറ്റാറുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഓരോ ചാനലുകൾ എടുത്ത് നോക്കുക. അപ്പോൾ അതിനകത്ത് ലാലേട്ടൻ്റെ ഫാൻസുകാർ ചെയ്യും, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഫാൻസ് ആണെങ്കിൽ അവർ ചെയ്യുന്ന വീഡിയോയിലൊരു പ്രത്യേകതയുണ്ട്. അവർ ലാലേട്ടൻ്റെ സിനിമകളെ കൂടുതലായിട്ട് പറയുന്നത് ചിലപ്പം കുറവാണെങ്കിൽ പോലും മമ്മൂട്ടി സിനിമകളെ താഴ്ത്തി പറയുന്നത് നമുക്ക് ഇതായി കാണാൻ സാധിക്കുന്നത്. ഇപ്പം തന്നെ ഒരു പ്രമുഖ ചാനലിൽ നല്ല രീതിയിലുള്ള ഫാൻസുകാരുടെ ഒരു അക്രമം, അതായത് കേരള ബോക്സ് ഓഫീസ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്നും വൻ രീതിയിലുള്ള, കേരള ബോക്സ് ഓഫീസ് എന്ന് പറയുന്ന പേരിലുള്ള ഫേസ്ബുക്ക് നമുക്ക് അറിയാവുന്നതാണ്, ഏതോ ഒരു വേസ്റ്റ് തുടങ്ങിയ ഒരു ഫേസ്ബുക്ക് പേജാണ് കേരള ബോക്സ് ഓഫീസ്. അത് മോഹൻലാലിന് വേണ്ടി മാത്രം. അത് മോഹൻലാൽ ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടാൽ മതിയായിരിക്കും. കാരണം ആ സിനിമയ്ക്ക് അതിനകത്ത് മോഹൻലാൽ സിനിമകൾക്ക് കളക്ഷൻ കയറ്റി കാണിക്കുകയും ബാക്കിയുള്ള മമ്മൂട്ടി സിനിമകൾക്ക് കളക്ഷൻ കുറച്ച് കാണിക്കുകയും ചെയ്യുന്നത് മോഹൻലാൽ ബോക്സ് ഓഫീസ് എന്ന് ഇടാൻ പറ്റില്ല, മമ്മൂട്ടി വിരോധി ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞാൽ. ഇവനൊക്കെ എന്ത് ഒരു മലയാള സിനിമ ഉണ്ടാക്കാൻ വേണ്ടി ഈ മമ്മൂട്ടി ഈ മോഹൻലാൽ അതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളതല്ലാതെ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു അധ്വാനത്തിന്റെ ഫലമാണ് ഈ സിനിമ എന്നുള്ള കാര്യം ചിന്തിക്കാതെ ഇവനൊക്കെ സിനിമയ്ക്ക് പോസിറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ സിനിമയ്ക്ക് അത്യാവശ്യം കളക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഇവനൊക്കെ അത് കുറച്ച് കാണിക്കും. മാത്രമല്ല ഈ മോഹൻലാലിന്റെ സിനിമ ചിലപ്പോൾ അവർക്ക് 3 കോടി നേടിയാൽ പോലും ഒരു 10 കോടി എന്ന് പറയും. പക്ഷേ മമ്മൂട്ടി സിനിമ 2 കോടി നേടിയാലും അവർ 40 ലക്ഷം 50 ലക്ഷം എന്ന് മാത്രമേ പറയുള്ളൂ. നിങ്ങൾക്ക് കേരള ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞ സൈറ്റ് നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതും യഥാർത്ഥ കളക്ഷനോ അല്ലെങ്കിൽ യഥാർത്ഥ റിവ്യൂവുമായിട്ട് ഭയങ്കരമായിട്ടുള്ള അന്തരമുണ്ട്. ഈ കേരള ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 30K മെമ്പേഴ്സ് ഉണ്ട്. അതിനകത്തുള്ള വേസ്റ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അതിനകത്ത് മെമ്പറായിട്ട് ഇരിക്കണമെങ്കിൽ അത്രയും തരിപ്പണം കിട്ടുന്നവരായിരിക്കും അതിനകത്തുള്ളത്. കാരണം ഈ ഒരു ഫാൻ പേജ് ഇതൊരു മോഹൻലാൽ ഫാൻ പേജാണ് കേരള ബോക്സ് ഓഫീസ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ്. ഈ ഫാൻ പേജിന്റെ കൂടെ നിന്നുകൊണ്ട് ഇതിനകത്തുള്ള മമ്മൂട്ടി വിരോധികൾ, അതായത് മമ്മൂട്ടിയുടെ സിനിമകളെ മാത്രം അതിനകത്ത് നെഗറ്റീവായിട്ട് പറയുന്നു, മോഹൻലാൽ സിനിമകളെ പൊക്കി അടിക്കുന്നു. കേരളത്തിലെ നമ്പർ 1 സിനിമ മോഹൻലാൽ സിനിമയാണ്, മോഹൻലാലിന് ചെയ്യാൻ പറ്റുന്ന കഴിവില്ല, കംപ്ലീറ്റ് ആക്ടറാണ്, എല്ലാം സമ്മതിക്കുന്നത്, കംപ്ലീറ്റ് ആക്ടറൊക്കെ തന്നെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, മോഹൻലാലിന് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് മോഹൻലാൽ തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അമരത്തിൽ അച്ചൂട്ടിന്റെ വേഷം മോഹൻലാലിന് ചെയ്യാൻ പറ്റില്ലെന്ന് മോഹൻലാൽ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് ലിങ്ക് വേണമെങ്കിൽ അതിന്റെ താഴെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ മോഹൻലാൽ ഇങ്ങനെ കംപ്ലീറ്റ് ആക്ടർ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറെയാണ് കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത്. മമ്മൂട്ടിക്ക് ഇപ്പം ഡാൻസ് കളിക്കാൻ പറ്റില്ല, ചിലപ്പോൾ മോഹൻലാലിന്റെ അത്രയും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അത് പുള്ളിയുടെ കാലിന്റെ ലിഗമെന്റ് ഒക്കെ പോയി കിടക്കാൻ പുള്ളി പണ്ടൊക്കെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന വടക്കൻ വീരകഥയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനകത്ത് മെയ്വയൊക്കെ ഉള്ള ആളിനെയാണ് നടനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മോഹൻലാൽ മമ്മൂട്ടി ഉണ്ടായിരുന്ന കാലത്ത് മമ്മൂട്ടിയാണ് അവിടെ തിരഞ്ഞെടുത്തതെങ്കിൽ മമ്മൂട്ടിയുടെ മെഴുവഴക്കം MDക്ക് എത്രത്തോളം വിശ്വാസം ഉണ്ടായിട്ടായിരിക്കണം അന്ന് MD മമ്മൂട്ടിയെ സെലക്ട് ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. ഡാൻസ് കളിക്കാൻ മമ്മൂട്ടിക്ക് പണ്ടേ ആരുണ്ട്. ശരി, ഓക്കെ, മമ്മൂട്ടി ഒരിക്കലും നമ്മൾ പറയുന്നില്ല കംപ്ലീറ്റ് ആക്ടറാണെന്ന്. ഈ ഭാഷകൾ ഇത്രയും ഭാഷകൾ കേരളത്തിലുള്ള ഇതര ഭാഷകൾ, ഇത്രയും ഓരോ ജില്ലയിലുള്ള ഭാഷകളും വ്യക്തമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് മോഹൻലാലിനില്ല. കൂടിപ്പോയ തൃശ്ശൂർ ഭാഷ അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഷ, ഈ ഭാഷകൾ മാത്രമേ മോഹൻലാൽ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മുസ്ലിം ഇതുള്ള ശൈലിയിലുള്ള ഭാഷകൾ പോലും മോഹൻലാൽ കൈകാര്യം ചെയ്ത സിനിമകളിലെല്ലാം വൻ പരാജയമായിട്ടാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് സമ്മതിച്ച് തരാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് മമ്മൂട്ടിക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് നോക്കി നിങ്ങൾ ഇപ്പം നിങ്ങൾക്കൊരു കൈയില്ലെങ്കിൽ പോലും വേറൊരാളുടെ വിരളില്ലെങ്കിൽ അവനെ നിങ്ങൾ വികലാംഗം തുടിക്കും. പക്ഷെ നിങ്ങൾക്ക് കയ്യില്ലെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കൂല. ഇത്ര നിങ്ങളത് പറയണമെന്നുണ്ടായിരുന്നു.
അപ്പം ഇതിനകത്ത് ഞാൻ ഇപ്പോൾ പറയുന്നത്, ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങളെക്കുറിച്ചല്ല, ഇതിനകത്തുള്ള മമ്മൂട്ടി വിരോധികളെ കുറിച്ചാണ്. അതായത് മോഹൻലാൽ ഫാൻസ് എന്ന് സ്വയം മനസ്സിലും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ് അവർ മോഹൻലാൽ ഫാൻസ് ആണെന്ന്. പക്ഷെ അവരൊരിക്കലും മോഹൻലാൽ ഫാൻസ് അല്ല, അവർ മമ്മൂട്ടി വിരോധികളാണ്. കാരണം അവർ മോഹൻലാൽ ഫാൻസ് ആയിരുന്നെങ്കിൽ അവർ മോഹൻലാലിന്റെ എലോണും മോൺസ്റ്ററും ബാക്കിയുള്ള അതുപോലുള്ള പൊട്ടിയ മലൈക്കോട്ടെ വാലിബൻ, മരക്കാർ അറബിക്കളുടെ സിംഹം എന്ന് പറയുന്ന ചിത്രങ്ങളെല്ലാം പൊട്ടിയ സമയത്ത് അവർ മാത്രം പോയി കണ്ടിരുന്നെങ്കിൽ, അവർ ഫാൻ ആണെങ്കിൽ പോലും അവർക്ക് പൊട്ടിയ സിനിമയാണ് ശരി, നമുക്ക് പോയി കാണാം, നമ്മളുടെ ആരാധന പാത്രത്തിന്റെ സിനിമയല്ലേ എന്ന് വിചാരിച്ചാൽ പോയി കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒഴുത്തിനും ഒന്നും ചെയ്യില്ല. പക്ഷെ മമ്മൂട്ടി ഒരു നല്ല സിനിമ വന്നാൽ പോലും അവർ പറഞ്ഞ് അതിനെ തള്ളി താഴ്ത്തും. അതാണ് സംഭവം ഇവിടെ നടക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.